സിന്ധു, നീ വരാൻ ഇനി 56 ദിവസം കൂടിയുണ്ട്. തൻ്റെ ഭാര്യയോട് ഫോണിൽ സംസാരിക്കുന്നതിനിടെ അയാൾ കലണ്ടറിൽ കുറിച്ചിട്ട ദിവസങ്ങൾ ഒന്നുകൂടി എണ്ണി തിട്ടപ്പെടുത്തി. എൻ്റെ മാധവേട്ടാ, ഇതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണോ? അത്രയ്ക്ക് തിടുക്കായോ എന്നെ കാണാൻ? ഒരു കള്ളച്ചിരിയോടെ അവർ ചോദിച്ചു. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല സിന്ധു. എനിക്ക് 35 വയസ്സുള്ളപ്പോഴാണ് നീ ആദ്യമായി കടൽ കടന്നു പോയത്. അതിനു മുമ്പ് എനിക്കുണ്ടായ ആക്സിഡൻറ്റ് എൻ്റെ ശരീരം നശിപ്പിച്ചപ്പോൾ കുടുംബഭാരം മുഴുവനും നീ ഒറ്റയ്ക്ക് തലയിൽ ചുവന്നു. അവിടെ വീട്ടുവേലയെടുത്ത് നീ നമ്മുടെ കുടുംബത്തെ കരകയറ്റി, മക്കളെ പഠിപ്പിച്ചു, വീട് വെച്ചു. ഇപ്പോൾ ദാ മൂത്തവളുടെ വിവാഹവും നടത്തുന്നു. എല്ലാം നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഓരോ വട്ടവും നീ തിരികെ പോകുമ്പോൾ വിടാതെ നിന്നെ പിടിച്ചു നിർത്തണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ സഹായമില്ലാതെ നിങ്ങൾ ഈ കുടുംബം നോക്കൂ എന്ന് ഒരു ചോദ്യം നീ ചോദിച്ചാൽ എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. അന്ന് അപകടം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ എവിടെയും വിടുമായിരുന്നില്ല. അയാൾ നൊമ്പരപ്പെട്ടു. എന്തിനാ മാധവേട്ടാ നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിഷമിക്കുന്നത്? കുടുംബത്തിന് വേണ്ടി ആണുങ്ങൾ മാത്രമാണോ കഷ്ടപ്പെടുന്നത്? എത്രയോ സ്ത്രീകൾ വീടുപേക്ഷിച്ച് എന്നെപ്പോലെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ടെന്നോ? വീട്ടുപണിയാണെങ്കിൽ എന്താ, നല്ല ശമ്പളമുണ്ട്. മാത്രമല്ല വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയല്ലേ സാറും മേഡവും എന്നെ കാണുന്നത്. എനിക്കിവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതോർത്ത് മാധവേട്ടൻ വിഷമിക്കേണ്ട. ആകെപ്പാടെ ഒരു വിഷമം മാധവേട്ടനും പിള്ളേരും അടുത്തില്ലല്ലോ എന്നാണ്. സാരമില്ല, എല്ലാം ശരിയാകും. മാധവേട്ടാ, സാറും മേഡവും വന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുക കേട്ടോ, ഞാൻ രാത്രി വിളിക്കാം. അതും പറഞ്ഞ് ആ ഫോൺ കോൾ അവസാനിപ്പിക്കുമ്പോൾ അയാൾ കട്ടിലിലേക്ക് മലർന്നു കിടന്നു. എത്രയോ വർഷമായി ഈ ഏകാന്തത തുടരുന്നതാണ്. എങ്കിലും ഈ ഒറ്റപ്പെടലിനോട് എന്തോ ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്തതുപോലെ. അവളുടെ അസാന്നിധ്യം തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത് കൊണ്ടാകാം അവൾ എപ്പോഴും തൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് സങ്കല്പിക്കുന്നത്. ഇടയ്ക്കൊക്കെ പിള്ളേർ ചോദിക്കാറുണ്ട്, അച്ഛൻ എന്താ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് എന്ന്. അവൾ ഉടുത്തിരുന്ന ആടകളോടും ധരിച്ചിരുന്ന ആഭരണങ്ങളോടും എന്തിന്, ചുവരിലെ ചിത്രങ്ങളോട് പോലും താനിങ്ങനെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. മക്കളിടയ്ക്ക് അമ്മയോട് ഫോണിൽ പറയുന്നത് കേൾക്കാം, അമ്മ പോയതിൽ പിന്നെ അച്ഛൻ തനിച്ചുള്ള സംസാരമാണെന്ന്. തൻ്റെ ഉള്ളിൽ നിന്നും അമ്മ ഒരിക്കലും പോയിട്ടില്ല എന്ന് എങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? എത്രയോ രാത്രികളായി സ്വസ്ഥമായി കിടന്നൊന്നുറങ്ങിയിട്ട് ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ഞെട്ടി എഴുന്നേൽക്കും. സിന്ധുവിനെ തിരിഞ്ഞു നോക്കും. അവൾ ഇവിടെ ഇല്ലെന്ന യാഥാർത്ഥ്യത്തെ ചവച്ചിറക്കി കണ്ണു മിഴിച്ച് കിടന്ന് നേരം വിളിപ്പിക്കും. അതാണിപ്പോൾ പതിവ്. അവർ വിളിക്കുമ്പോഴൊക്കെയും മകളുടെ വിവാഹകാര്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. തൻ്റെ ഭാര്യ ആ മുഹൂർത്തം കാണാൻ ഒരുപാട് കൊതിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. താനും കൊതിക്കുന്നുണ്ട് ആ മുഹൂർത്തം കാണാൻ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി കാത്തിരിക്കുന്നത് അവളുടെ വരവിനായാണ്. മാധവേട്ടാ, ഇപ്പോഴേ തന്നെ ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് ഇട്ട് തുടങ്ങണം. ഒരാൾ പോലും വിളിച്ചില്ല എന്ന് പരിഭവം പറയരുത്. ഒരു കുറവും വരാതെ നമ്മുടെ മോളുടെ വിവാഹം നടത്തണം, അവർ ഉത്സാഹത്തോടെ പറഞ്ഞു. എൻ്റെ സിന്ധു, ആദ്യം നീ ഒന്ന് വേഗം വാ. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ നീ എത്തുമല്ലോ. എന്നിട്ടാകാൻ ലിസ്റ്റ് ഉണ്ടാക്കലും ക്ഷണവും എല്ലാം. അയാൾ പരിഭവപ്പെട്ടു. 2 ആഴ്ച ഒരു യുഗം പോലെയാണ് അയാൾക്ക് തോന്നിയത്. ഇക്കഴിഞ്ഞ മാസങ്ങൾ തള്ളി നീക്കാൻ ഇത്ര പ്രയാസം ഉണ്ടായിരുന്നില്ല എന്നയാൾ ഓർത്തു. വീട് വൃത്തിയാക്കലും അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കരുതിവെക്കലുമായി പിന്നീട് അയാളുടെ പ്രധാന ജോലി. അങ്ങനെ കാത്തിരുന്ന് ആ ദിവസം എത്തി. അവരെ കണ്ട മാത്രയിൽ സന്തോഷം കൊണ്ട് അയാളുടെ കണ്ണു നിറഞ്ഞു. ആദ്യമായി തൻ്റെ പ്രിയപ്പെട്ടവളെ കാണുമ്പോൾ ഉള്ള ഒരു ഉത്സാഹമോ വെപ്രാളമോ എന്തോ അറിയില്ല. കഴിഞ്ഞ തവണ വന്നതിനേക്കാളും സിന്ധു നന്നായിട്ടുണ്ട്. പക്ഷേ മാധവനിത് എന്തു പറ്റി? ആകെ മെലിഞ്ഞ് കോലം കെട്ടുപോയല്ലോ. കല്യാണം ക്ഷണിക്കാൻ ബന്ധുവീടുകളിൽ പോയ കൂട്ടത്തിൽ ബന്ധുക്കളാരോ പറഞ്ഞപ്പോഴും അയാൾ പുഞ്ചിരിച്ചു. അവർ നാട്ടിലെത്തി കിട്ടാൻ സമയം വേഗത്തിൽ പോകാൻ പ്രാർത്ഥിച്ചിരുന്ന അയാൾക്ക് അവർ വന്നതിന് ശേഷം ഓരോ മണിക്കൂർ കഴിയുമ്പോഴും വ്യാധിയാണ്. തൻ്റെ ഭാര്യയടക്കം സർവരും മകളുടെ വിവാഹത്തിനായി കാത്തിരിക്കുമ്പോൾ ആ ദിവസം ആകല്ലേ എന്നാണ് അയാൾ പ്രാർത്ഥിച്ചിരുന്നത്. അതൊരിക്കലും അയാൾ ക്രൂരനായതുകൊണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഭാര്യ തിരികെ പോകൂ എന്ന് ഓർത്തിട്ടുള്ള ദുഃഖം കൊണ്ടാണ്. തൻ്റെ ഭാര്യയുടെ സമീപം അവരുടെ കൈ കോർത്ത് പിടിച്ച് കിടക്കുമ്പോഴൊക്കെയും അയാൾ സുഖമായി ഉറങ്ങി. സിന്ധു, ഇനിയെങ്കിലും നിനക്ക് ഈ പ്രവാസ ജീവിതം ഉപേക്ഷിച്ചുകൂടെ? ഇനിയുള്ള ജീവിതമെങ്കിലും പരസ്പരം താങ്ങായും തണലായും എപ്പോഴും നീ കൂടെ വേണം. എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ കൂടെയില്ലെങ്കിൽ ഞാൻ ആകെ തളർന്നു പോകും. എൻ്റെ ഈ ആരോഗ്യം വെച്ച് ചെയ്യാവുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം. നീ ഇനി പോകണ്ട. ഈയിടെയായി എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ധൈര്യക്കുറവ്. അരുതാത്തത് എന്തു സംഭവിക്കാൻ പോകുന്നത് പോലെ മനസ്സ് പറയുന്നു.
അന്നൊരു നാൾ രാത്രി അവർക്ക് ചാരിക്കിടന്ന് അയാൾ പറഞ്ഞു. ഇത്രയും നാൾ തറപ്പിച്ച് പോകണ്ട എന്ന് അയാൾ പറഞ്ഞിരുന്നില്ല. അത്രമാത്രം തൻ്റെ അസാന്നിധ്യം ഭർത്താവിനെ അലട്ടുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എന്താ മാധവേട്ടാ, നിങ്ങളെങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത് കൊണ്ടാണ്. ഒന്നും സംഭവിക്കില്ല. എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ. മാധവേട്ടൻ്റെയും മക്കളുടെയും കൂടെ നിൽക്കാനും നമ്മുടെ കൊച്ചു സന്തോഷങ്ങൾ ഒരുമിച്ച് പങ്കിടാനും ഒക്കെ എനിക്കും കൊതി തോന്നാറുണ്ട്. ഇന്നിപ്പോൾ അശ്വതിയുടെ വിവാഹമായി. ശരിക്കും പെൺകുട്ടികളുടെ വളർച്ചയിൽ അവർക്ക് ഏറ്റവും ആവശ്യം അമ്മയുടെ സാന്നിധ്യമാണ്. അതുപോലും എന്നെക്കൊണ്ട് നൽകാൻ സാധിച്ചിട്ടില്ല. സ്വന്തം മക്കളുടെ വളർച്ച പോലും കണ്ട് ആസ്വദിക്കാൻ കഴിയാതെ പോയൊരമ്മയാണ് ഞാൻ. ഇനി അമ്മുവിൻ്റെ കൂടെയെങ്കിലും എനിക്ക് കുറച്ച് നാൾ ചെലവഴിക്കണം. ഈ ഒരു വട്ടം കൂടിയേ ഞാൻ എൻ്റെ പ്രവാസ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയുള്ളൂ. അടുത്ത വട്ടം ലീവിന് വരുന്നതോടുകൂടി ഞാൻ എൻ്റെ പ്രവാസ ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് മാധവേട്ടാ. മടുത്തു തുടങ്ങി എനിക്കും ഈ അകൽച്ച. അവരുടെ വാക്കുകൾ അയാൾക്ക് അല്പം ആശ്വാസം നൽകുന്നതായിരുന്നു. ഇനി 2 വർഷം കൂടി കാത്തിരിക്കാൻ എനിക്ക് വയ്യ സിന്ധു. അയാൾ അവരുടെ കൈ മുറുകെ പിടിച്ചു. ഇത്രയും നാൾ നമ്മൾ ഈ ജീവിതവുമായി പൊരുത്തപ്പെട്ടില്ലേ? ഇനി 2 വർഷം കൂടി എങ്ങനെയെങ്കിലും സഹിച്ചേ പറ്റൂ. നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി. അശ്വതിയുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ അവിടെ നിന്ന് കുറച്ച് തുക കടം വാങ്ങിയിട്ടുണ്ട്. പിന്നെ അമ്മുവിന് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ സ്വരു കൂട്ടി വയ്ക്കണം. 2 വർഷത്തോടെ നമ്മുടെ കടബാധ്യതകളെല്ലാം തീരും. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇറക്കി വെച്ച് ഉള്ളതുകൊണ്ട് ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് സമാധാനത്തോടെ കഴിയണം മാധവേട്ട. ദുഃഖത്തോടെയാണെങ്കിലും അയാളും അത് ശരിവെച്ചു. കല്യാണമെല്ലാം ഗംഭീരമായി തന്നെ നടന്നു. തൻ്റെ മകൾ പടിയിറങ്ങുമ്പോൾ ഇരുവരും വേദനയോടെ അവളെ യാത്രയാക്കി. 2 ആഴ്ച കഴിഞ്ഞതും തൻ്റെ ഭാര്യയെ അതിലും വേദനയോടെയാണ് അയാൾ പറഞ്ഞുവിട്ടത്. കൺമുന്നിൽ നിന്ന് മറയുവോളം അയാൾ അവരെ തന്നെ നോക്കി നിന്നു. എയർപോർട്ടിൽ നിന്ന് തിരികെ വീട്ടിലെത്തുമ്പോൾ ഏതോ മരണവീട്ടിലെത്തിയ പ്രതീതിയായിരുന്നു അയാൾക്ക്. എങ്ങും തൻ്റെ ഭാര്യയുടെ ഓർമ്മകൾ അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ആ വീട്ടിൽ വീണ്ടും മൗനം തളം കെട്ടി നിന്നു. രാത്രിയായതും അയാൾക്കാകെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. തലയിണയിൽ മുഖമമർത്തിക്കൊണ്ട് അയാൾ നിശബ്ദമായി തേങ്ങിക്കരഞ്ഞു. അങ്ങനെ 2 വർഷങ്ങൾ കടന്നുപോയി. അവരുടെ വരവിനായി അയാൾ ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നുവെങ്കിലും ജോലി ചെയ്യുന്ന വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിസയുടെ കാലാവധി നീട്ടേണ്ടി വന്നു. പക്ഷേ ദൈവനിശ്ചയം മറ്റൊന്നായിരുന്നു. അയാൾ ആഗ്രഹിച്ചിരുന്ന നേരത്ത് തന്നെ അവർ അയാളെ കാണാനെത്തി. പക്ഷേ ഇക്കുറി അയാൾ വീട് മൂടി പിടിപ്പിച്ചില്ല. അവർക്ക് വേണ്ടി ആടകളും ആഭരണങ്ങളും ഒരുക്കി കാത്തുവെച്ചില്ല. പകരം തനിക്ക് തന്ന വാക്ക് തെറ്റിച്ചല്ലോ എന്ന പരിഭവത്തോടെ അവരെ ഒരു നോക്കുപോലും കാണാൻ കൂട്ടാക്കാതെ ഉമ്മറക്കോലായിൽ വെള്ള പുതച്ച് കിടന്നു. മാധവേട്ട, നമ്മുടെ ബാധ്യതകളെല്ലാം തീർന്നു മാധവേട്ട. മാധവേട്ടൻ്റെ കൂടെ ഇനിയുള്ള കാലം ജീവിക്കാൻ ഓടി വന്നതാണ് ഞാൻ. കണ്ണു തുറന്ന് എന്നെ ഒന്ന് നോക്കൂ മാധവേട്ട. എന്നെ തനിച്ചാക്കി പോകല്ലേ. അയാളുടെ ജീവനറ്റ ശരീരം കെട്ടിപ്പിടിച്ച് അവർ നിലവിളിക്കുമ്പോൾ കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. അയാൾ മാത്രം അപ്പോഴും യാതൊരു അനക്കവുമില്ലാതെ തണുത്ത് മരവിച്ചു കിടന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.